സ്കൂൾ കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയുണ്ട് കൊല്ലത്ത്. സാർ എങ്ങനെ കാണുന്നു നമ്മുടെ കലോത്സവം? സാർ ഒരു കലാകാരനാണ്, ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ്. എൻ്റെ ഒരു കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ കേരളത്തിനും ഇന്ത്യക്ക് പുറത്തുമൊക്കെ സംഭാവന നൽകിയിട്ടുള്ള അഭിനയം കൊണ്ട് പിന്നെ എക്സ്പ്രഷൻ കൊണ്ട് സംഭാവന നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൊല്ലം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമാണ്. കാരണം ഞാൻ പഠിച്ച കൊല്ലത്ത് തന്നെയുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ആ സ്കൂളിൽ ഇതുമായിട്ട് അഫിലിയേഷൻ ഇല്ല. എന്നാൽ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി മുതൽ കൊല്ലം എസ്.എൻ. കോളേജിലാണ്. അവിടം തൊട്ട് 5 കൊല്ലം നിരന്തരമായിട്ട്, പിന്നെ തിരിച്ച് 3 കൊല്ലം ലോ അക്കാഡമിയിലുമെല്ലാം ഇങ്ങനെ ജീവിതം നിറഞ്ഞു നിന്ന മുഴുക്ക കലോത്സവങ്ങളിലും കലാമത്സരങ്ങളിലുമാണ്. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മത്സരത്തിലൂടെയാണ്. നമുക്കൊരുപാട്, ഞാൻ വിജയിച്ചതിനേക്കാൾ കൂടുതൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ പരാജയം വരുമ്പോൾ ഉണ്ടാകുന്ന ജീവിത അനുഭവം, പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ്. അപ്പോൾ അനുഭവസ്ഥൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നത്, ഒരു മത്സരത്തിന് വരുമ്പോൾ ഒരു ചെറിയ ബഹളം, ഒരു ചെറിയ അസ്വസ്ഥത ആ സ്റ്റേജിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ തന്നെ അത് പെർഫോമൻസിനെ ബാധിക്കും. തിരക്കൊക്കെ ഉണ്ടാകുമെന്നറിയാം. പക്ഷേ ഈ കലോത്സവം നടക്കുമ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ ഏത് വേദിയിൽ പോയിരുന്നിട്ടാണ് പരിപാടിയാണ്, ഏത് പരിപാടിയാണ്? അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു MLA എന്നുള്ള നിലയിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു കലാകാരൻ എന്ന നിലയിലും ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പുറത്ത് പറയാൻ ഇപ്പോൾ പാടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ മത്സരിക്കുന്ന എല്ലാ ഐറ്റമുകളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനകത്ത് ഓരോ ആൾക്കാരും ഏറ്റവും നല്ല പെർഫോമൻസ് പുറത്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അച്ഛൻ്റെ പേരിലുള്ള വേദിയുണ്ട്, ഓമാധവൻ്റെ പേരിലുള്ള നാടകം നടക്കുന്ന വേദിയുണ്ട്. കൊല്ലമാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലമാണ്. അവിടെ നാടകം നടക്കുന്നു. സ്വന്തം മണ്ഡലമാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. എങ്ങനെയാണ് ഇനി ഉള്ള സ്വീകരണം? അല്ല, തീർച്ചയായിട്ടും നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമയാണെങ്കിലും, ഞാൻ സിനിമാ നടനാണ്, സിനിമയാണ് എനിക്കെല്ലാം തന്നത്. എങ്കിലും ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ കലകളിൽ ഉത്കൃഷ്ടം നാടകം. അപ്പോൾ തീർച്ചയായിട്ടും സോപാനം ഓഡിറ്റോറിയം അച്ഛൻ്റെ പേരിലാണ് ആ ഓഡിറ്റോറിയം ഇപ്പോൾ ഈ മത്സരത്തിൽ പേരിട്ടിരിക്കുന്നത്. അവിടെ നാടക മത്സരം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാര്യം ഒരു ജീവിതകാലം മുഴുവൻ എൻ്റെ അച്ഛനും അമ്മയും നാടകത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ്. മുകേഷ് MLA പറയുന്നത്, ഒരു വേദിയിൽ മാത്രം ഇരുന്ന് ആ പരിപാടി മാത്രം കാണരുത്, എല്ലാ വേദികളിലും പോയിരുന്ന് എല്ലാ വേദികളും കണ്ട് വരുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. നാടകമാണ് തൻ്റെ അച്ഛൻ്റെ അടക്കമുള്ള വലിയ കലാകാരന്മാർ വന്നതും ആ വഴികളും എല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് JB ജ്യോതിഷ്, റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.